ബൽറാം, ഈ ഭാഗിക സ്റ്റേ എന്ന് പറയുന്നത് സാധാരണമാണോ? പൂർണ്ണമായി സാധാരണ ഇതിൽ സ്റ്റേ ഒന്നുകിൽ സ്റ്റേ അല്ലെങ്കിൽ സ്റ്റേ ഇല്ല എന്ന നിലയ്ക്കല്ലേ ഇടക്കാല വിധിയാണെങ്കിലും പൂർണ്ണ വിധിയാണെങ്കിലും പുറത്തേക്ക് വരിക? ഈ ഭാഗിക സ്റ്റേ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്താണ്? ഇപ്പോൾ ഈ പറയുന്ന എന്താണ്, ഉപയോഗത്തിലൂടെ വക്കഫായ ഭൂമികൾ ഡീനോട്ടിഫൈ ചെയ്യും എന്നൊക്കെയുള്ള ഭേദഗതി ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെതിരെ വലിയ വിമർശനം ഇതിനെ എതിർത്ത് കോടതിയെ സമീപിച്ചവർ ഉന്നയിച്ചതാണ്. അപ്പോൾ അതിനൊക്കെയാണ്, ഏത് മേഖലയ്ക്കാണ് അതിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയാതെ ആവുക ഇടക്കാല സ്റ്റേ, ഈ ഭാഗികമായ സ്റ്റേയിലൂടെ? ഹഷ്മി, ഈ നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ളതായിരുന്നു RJDയും YSR കോൺഗ്രസും ആം ആദ്മി പാർട്ടി അടക്കമുള്ള പാർട്ടികൾ സമർപ്പിച്ച ഹർജികൾ എന്നുള്ളത്. എന്നാൽ അതിൽ പൂർണ്ണമായ ആ വിഷയം കോടതി പിന്നീടായിരിക്കും അതിൽ വിധി പറയുക. എന്നാൽ നിലവിലിപ്പോൾ ഇതിലെ വിവാദമായ വ്യവസ്ഥകൾക്ക് സ്റ്റേ അനുവദിക്കണം എന്ന ആവശ്യത്തിലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇടക്കാല ഉത്തരവ് ഉണ്ടാകുന്നത്. അതിൽ വഖഫ് സ്വത്ത് സർക്കാർ സ്വത്ത് കയ്യേറിയിട്ടുണ്ടോ എന്ന തർക്കം സർക്കാർ നിയോഗിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് നിർണ്ണയിക്കാൻ അധികാരം നൽകുന്ന ഈ വഖഫ് നിയമ ഭേദഗതി നിയമത്തിലെ വ്യവസ്ഥയാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. അത് ഹർജിക്കാർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു. ഇത്തരത്തിൽ സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സർക്കാർ ഭൂമിയുമായി വഖഫ് ഭൂമിയുടെ ഭാഗമായി സർക്കാർ ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധനയ്ക്കായി അന്തിമ തീരുമാനമെടുക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്നതാണ് ആ വ്യവസ്ഥ. ഈ വ്യവസ്ഥ ഉൾപ്പെടെ ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ ഒരു വ്യവസ്ഥയ്ക്ക് സ്റ്റേ അനുവദിച്ചിരിക്കുന്നു സുപ്രീം കോടതി നിലവിൽ. എന്തായാലും ഹർജിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗികമായ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഒരു വ്യക്തി ഇസ്ലാം മതം പിന്തുടരുന്നയാളാണോ എന്ന് നിർണ്ണയിക്കാനുള്ള നിയമങ്ങൾ സംസ്ഥാന സർക്കാരുകൾ രൂപീകരിക്കുന്നതുവരെ ആ വ്യവസ്ഥ നിലനിൽക്കും എന്നുമാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം ഈ ആരാണ് ഇസ്ലാം മത വിശ്വാസി എന്ന് നിയമപരമായി തീരുമാനിക്കുന്നത് വരെയാണ് ഈ സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. ഭാഗികമായ ഒരു സ്റ്റേ, ഒരു താൽക്കാലിക ആശ്വാസം ഹർജിക്കാർക്ക് ഈ ഒരു ഇടക്കാല ഉത്തരവിലൂടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ആണ് വ്യക്തമാകുന്നത്. അതേസമയം ഈ നിയമത്തിന്റെ സാധുത തന്നെ, ഭരണഘടനാപരമായ സാധുത തന്നെ ചോദ്യം ചെയ്തുള്ള കാര്യത്തിൽ സുപ്രീം കോടതിയുടെ തീരുമാനം പിന്നീടായിരിക്കും ഉണ്ടാകുക. ബൽറാം, ഈ ഇടയ്ക്ക് സമസ്ത വീണ്ടും സുപ്രീം കോടതി, സമസ്ത മാത്രമല്ല പലരും സുപ്രീം കോടതി വീണ്ടും സമീപിച്ചിരുന്നു. അപ്പോൾ സമസ്ത അതിൽ പ്രധാനമായി ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ സുപ്രീം കോടതിക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ച് സർക്കാർ വഖഫ് ഭൂമികൾ ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ നിയമത്തിന്റെ പേരിൽ കെട്ടിടങ്ങൾ പൊളിക്കുന്നു, ഭൂമി പിടിച്ചെടുക്കുന്നു എന്നൊക്കെയായിരുന്നു സമസ്തയുടെ രണ്ടാമത് സുപ്രീം കോടതി സമീപിക്കുമ്പോൾ അവരുടെ അപ്പീൽ, അവരുടെ ആരോപണം. അപ്പോൾ ഈ അതടക്കം ഈ ഓപ്പറേഷണൽ പാർട്ടിനാകുമല്ലേ സ്റ്റേ പ്രധാനമായും ഉണ്ടാവുക? ഹസ്മി, ഈ ഹർജിക്കാർ പ്രധാനമായും ഉന്നയിച്ചത് ഇത് വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള സർക്കാരിന്റെ ഒരു ആസൂത്രിതമായ നീക്കമാണ് ഈ വഖഫ് നിയമത്തിലെ വ്യവസ്ഥകളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വിവാദമായ വ്യവസ്ഥകൾ റദ്ദാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ഒരു പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത് അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചായിരുന്നു ആശങ്ക ഈ വാദത്തിന്റെ ഘട്ടത്തിൽ ഹർജിക്കാർ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ഈ ഒരു വിഷയത്തിലാണ് വഖഫ് സ്വത്ത് സർക്കാർ സ്വത്ത് കയ്യേറിയിട്ടുണ്ടോ എന്ന തർക്കം. ഇത്തരം തർക്കങ്ങളിൽ ഒരു ഉദ്യോഗസ്ഥനെ നിർണയിക്കാൻ അധികാരം നൽകുന്ന ഈ വഖഫ് ഭേദഗതി നിയമത്തിലെ വ്യവസ്ഥ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതേസമയം ആരാണ് ഇസ്ലാം മത വിശ്വാസി എന്ന് നിയമപരമായി തീരുമാനിക്കുന്നത് വരെയാണ് ഈ ഒരു ഭേദഗതിക്ക് സുപ്രീം കോടതി സ്റ്റേ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതും നിർണായകമാണ്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഈ ഹർജിയിലെ പ്രധാന ഓപ്പറേറ്റിംഗ് പാർട്ട്, അതായത് ഈ വഖഫ് നിയമത്തിന്റെ അല്ലെങ്കിൽ സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാപരമായ സാധുത സംബന്ധിച്ചുള്ള സുപ്രീം കോടതിയുടെ തീരുമാനത്തിലായിരിക്കും ഇക്കാര്യത്തിൽ പൂർണ്ണമായ ഒരു വ്യക്തത ഇക്കാര്യത്തിൽ ഉണ്ടാവുക. നിലവിലിപ്പോൾ ഇടക്കാല ഉത്തരവാണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വഖഫ് ചെയ്യണമെങ്കിൽ 5 വർഷം മുസ്ലിം ആകാം എന്നൊരു 5 വർഷം മുസ്ലിം ആകണം എന്നൊരു ഭേദഗതി ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ വിമർശനം ഉയർന്നതാണ്. ഇപ്പോൾ ഈ മുസ്ലിം ആയി എന്നാരാണ് തീരുമാനിക്കുക? ഒരാളുടെ വിശ്വാസത്തെ അളക്കാനുള്ള മീറ്റർ സർക്കാരിൻ്റെ ഭാഗത്ത് എങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെയുള്ള, ഇപ്പോൾ പ്രാക്ടീസിങ് മുസ്ലിം ആണെങ്കിൽ അല്ലെങ്കിൽ പ്രാക്ടീസിങ് അല്ലാത്ത ആൾ മുസ്ലിം ആകുമോ തുടങ്ങിയ കുറേയധികം വിശ്വാസപരമായ ചോദ്യങ്ങളൊക്കെ ഈ 5 വർഷം മുസ്ലിം ആകണം എന്ന അങ്ങേറ്റം കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കാര്യം ഭേദഗതിയിൽ ഉണ്ടായിരുന്നു. അതിനെന്തായാലും സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യണമെങ്കിൽ 5 വർഷം മുസ്ലിം ആകണമെന്ന ഭേദഗതിക്ക്
സ്റ്റേ ഉണ്ട്. അതേസമയം തന്നെ വഖഫ് ബോർഡിൽ ഒരു അമുസ്ലിം അംഗത്തെ ഉൾപ്പെടുത്താം എന്ന ഭേദഗതിക്ക് സ്റ്റേ ഇല്ല. രണ്ടാമത്തെ കാര്യം, ഒരു വ്യക്തി ഇസ്ലാം മതം പിന്തുടരുന്ന ആളാണോ എന്ന് നിർണ്ണയിക്കുന്നതിനുള്ള നിയമങ്ങൾ സംസ്ഥാന സർക്കാരുകൾ രൂപീകരിക്കും വരെ ആ വ്യവസ്ഥ നിലനിൽക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഭേദഗതി അവിടെ വർക്കൗട്ട് ആവില്ല എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പറയുന്നത്. ഒരു വ്യക്തി ഇസ്ലാം മതം പിന്തുടരുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തി ഏതെങ്കിലും മതം പിന്തുടരുന്ന ആളാണോ എന്ന് ഒരു നിയമത്തിലൂടെ സംസ്ഥാന സർക്കാരുകൾക്ക് എങ്ങനെയാണ് നിർണ്ണയിക്കാൻ കഴിയുക എന്ന ചോദ്യം ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, വഖഫ് സ്വത്ത് സർക്കാർ സ്വത്ത് കൈയാറിയിട്ടുണ്ടോ എന്ന തർക്കം സർക്കാർ നിയോഗിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ നിർണ്ണയിക്കാൻ അധികാരം നൽകുന്ന വഖഫ് ഭേദഗതി നിയമത്തിലെ വ്യവസ്ഥ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ ഇമ്പാർഷ്യൽ അല്ലെങ്കിൽ പാർഷ്യലാണെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ സർക്കാർ ഉദ്യോഗസ്ഥനാകുമ്പോഴേക്കും അയാൾ ഈ പറയുന്ന സർക്കാർ നയങ്ങളോട് ചേർന്ന് നിൽക്കാൻ ബാധ്യസ്ഥനാകുമ്പോൾ എങ്ങനെയാണത് വർക്കൗട്ട് ആവുക എന്ന ചോദ്യം ഹർജിക്കാർ ചോദിച്ചിരുന്നു. എന്തായാലും അതിനും ആ സ്റ്റേ ഉണ്ട്, സുപ്രീം കോടതി സ്റ്റേ ഉണ്ട്. വഖഫ് സ്വത്ത് സർക്കാർ സ്വത്ത് കയ്യേറിയതാണോ എന്ന തർക്കത്തിൽ സർക്കാർ നിയോഗിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ഫൈനൽ വേർഡ് ആ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അപ്പീലില്ല എന്ന രീതിയിലുള്ള ഭേദഗതിക്ക് അടക്കം ഇപ്പോൾ സ്റ്റേ ആണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.